നമസ്കാരം. ഒഡീഷയിലെ 3 ബുദ്ധവിഹാര കേന്ദ്രങ്ങളാണ് രത്നഗിരി, ഉദയഗിരി, ലളിതഗിരി എന്നിവ. കഴിഞ്ഞ വീഡിയോ രത്നഗിരിയെക്കുറിച്ചുള്ളതായിരുന്നു. ഇന്ന് പോകുന്നത് ഉദയഗിരിയിലേക്കാണ്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഉദയഗിരിയിലെ പ്രവേശന സമയം. ഇത് ഉദയഗിരിയിലെ സന്ദർശകർക്കുള്ള പാർക്കിംഗ് ഏരിയയാണ്. ഭുവനേശ്വറിൽ നിന്ന് 95 കിലോമീറ്റർ വടക്ക് കിഴക്കായിട്ടാണ് ഉദയഗിരി സ്ഥിതി ചെയ്യുന്നത്. ഉദയഗിരിയുടെ ഗേറ്റ് കടന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ ആദ്യം കാണുന്നത് ഒറ്റക്കല്ലിൽ തീർത്ത ഒരു ശില്പമാണ്. വളരെ പുരാതനമെന്ന് തോന്നിക്കുന്ന ഈ ശില്പത്തിന്റെ പേര് പത്മപാണി അല്ലെങ്കിൽ അവലോകിതേശ്വര എന്നോ ആണ്. പച്ചപ്പുല്ലും മരങ്ങളും നിറഞ്ഞ വിശാലമായ മനോഹരമായൊരു പ്രദേശമാണിത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു മൺപാതയും ദൂരെയുള്ള ഒരു മലയുമാണ്. മുൻപോട്ട് നടക്കുമ്പോൾ സിംഹവാലൻ കുരങ്ങുകളുടെ ഒരു കൂട്ടത്തെയാണ് കണ്ടത്. ഓരോ മരത്തിലും 3-4 സിംഹവാലൻ കുരങ്ങുകളുണ്ട്. എന്നാൽ സന്ദർശകർക്ക് യാതൊരു ശല്യവും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. നിരവധി സിംഹവാലൻ കുരങ്ങുകളുള്ളൊരു പ്രദേശമാണിത്. പിന്നീട് കാണാൻ സാധിക്കുന്നത് ഓപ്പൺ എയർ മ്യൂസിയം എന്ന് തോന്നിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഖനനം ചെയ്തപ്പോൾ ലഭിച്ച കുറച്ച് ശില്പങ്ങൾ ചതുരാകൃതിയിൽ നിരത്തിവച്ചിരിക്കുന്നു. മിക്ക ശില്പങ്ങളുടെയും പല ഭാഗങ്ങളും നശിച്ചു പോയിട്ടുണ്ട്. കുറച്ച് ശില്പങ്ങൾ മറ്റെവിടേക്കോ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. എല്ലാ ശില്പങ്ങളും മനോഹരമായ കൊത്തുപണികളാൽ നിറഞ്ഞിരിക്കുന്നു. 1985-നും 2004-നും ഇടയിൽ നടന്ന ഖനനത്തിൽ 2 ആശ്രമങ്ങളാണ് ഇവിടെ നിന്നും കണ്ടെത്തിയത്. ഒന്നാമത്തെ ആശ്രമത്തിലേക്ക് പോകുന്നതിനുള്ള വഴിയാണിത്. 1987-ൽ ഖനനം ചെയ്തപ്പോൾ കണ്ടെത്തിയ മഹാസ്തൂപമാണിത്. ഈ സ്തൂപത്തിന് ഏകദേശം 5 മീറ്റർ ഉയരമുണ്ട്. ഈ മഹാസ്തൂപത്തിന്റെ 4 ഭാഗങ്ങളിലും ബുദ്ധന്റെ വ്യത്യസ്ത രൂപങ്ങൾ കാണാൻ സാധിക്കും. ഈ ശില്പങ്ങളുടെ പേരുകൾ യഥാക്രമം അക്ഷോഭയ, അമിതാഭ, അമോഘസിദ്ധി, രത്നസംഭവ എന്നിങ്ങനെയാണ്. ഈ സ്തൂപത്തിന്റെ പുറകിലാണ് ഉദയഗിരിയിലെ 1ാമത്തെ ആശ്രമം. ഈ മഹാസ്തൂപവും 1ാമത്തെ ആശ്രമവും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പേര് മാധവപുര മഹാവിഹാര എന്നാണ്. 1ാമത്തെ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണാനാവുന്നത് നാശനഷ്ടം സംഭവിച്ച ആശ്രമത്തിന്റെ കെട്ടിട അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നതാണ്. ഈ ആശ്രമത്തിന്റെ ഭൂരിഭാഗവും ചുവന്ന ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. AD 8-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് ഈ ആശ്രമം. ബുദ്ധപ്രതിമയുള്ള ഒരു ക്ഷേത്രം ഈ ആശ്രമത്തിലുണ്ട്. മനോഹരമായ കൊത്തുപണികളുള്ള വാതിലാണ് ക്ഷേത്രത്തിനുള്ളത്. ഭൂമി സ്പർശ മുദ്രയുള്ള ബുദ്ധനാണ് ക്ഷേത്രത്തിലേത്. ബുദ്ധപ്രതിമയുടെ ഇടതുഭാഗത്ത് കാണുന്ന ശില്പത്തിന്റെ പേര് മഞ്ജുശ്രീ എന്നും വലതുഭാഗത്ത് കാണുന്ന ശില്പത്തിന്റെ പേര് അവലോകിതേശ്വരൻ എന്നുമാണ്. ക്ഷേത്രത്തിന്റെ വാതിൽപ്പടിയിലെ കൊത്തുപണികളാണ് ഈ കാണുന്നത്. ഈ ആശ്രമത്തിന് ഒരു നടുമുറ്റവും നടുമുറ്റത്തിനു ചുറ്റും വരാന്തയും മുറികളുമുണ്ട്. ബുദ്ധ സന്യാസിമാരുടെ പഠനത്തിനും ധ്യാനത്തിനും വേണ്ടിയാണ് ഈ ആശ്രമങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഒരു കുന്നിന്റെ താഴ്വാരത്താണ് ഉദയഗിരി സ്ഥിതി ചെയ്യുന്നത്. അത് ഈ ബുദ്ധവിഹാര കേന്ദ്രത്തിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു.
അശോക ചക്രവർത്തി കലിംഗ യുദ്ധത്തിനു ശേഷം ബുദ്ധമതം സ്വീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ ശതവാഹനന്മാരുടെയും ഗുപ്തന്മാരുടെയും ഭരണത്തിൻ കീഴിൽ ബുദ്ധമതം കൂടുതൽ പ്രചരിച്ചു. മധ്യകാലഘട്ടത്തിൽ ബുദ്ധമതം ക്ഷയിച്ചതോടെ ബുദ്ധവിഹാര കേന്ദ്രങ്ങൾ പലതും നശിപ്പിക്കപ്പെട്ടു. പിന്നീട് ഭൗമകര രാജവംശത്തിന്റെ ഭരണകാലത്ത് ഒഡീഷയിൽ ബുദ്ധമതം വീണ്ടും ശക്തി പ്രാപിച്ചു. ഈ രാജവംശത്തിലെ ഭരണാധികാരികൾ ബുദ്ധമതത്തിന്റെ സംരക്ഷണത്തിനും ഇവിടെയുള്ള ബുദ്ധവിഹാരങ്ങൾ, ക്ഷേത്രങ്ങൾ, സ്തൂപങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനും പ്രാധാന്യം നൽകി. ഭൗമകര രാജവംശം ഈ പ്രദേശം ഭരിച്ച 8-ാം നൂറ്റാണ്ടിനും 10-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള കാലഘട്ടമാണ് ഈ ആശ്രമങ്ങളുടെ സുവർണ കാലഘട്ടമായി പറയുന്നത്. ഈ ചെമ്മൺ പാതയിലൂടെയാണ് രണ്ടാമത്തെ ആശ്രമത്തിലേക്ക് പോകുന്നത്. ഒന്നാമത്തെ ആശ്രമത്തേക്കാൾ വളരെ വലുതാണ് രണ്ടാമത്തെ ആശ്രമം. ഇവിടെ 2 കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന നിർമ്മിതികളും സ്തൂപങ്ങളും ആരാധനാലയങ്ങളും ശില്പങ്ങളും കാണാം. ഇവിടുത്തെ പ്രധാന ഖനനങ്ങൾ നടന്നത് 1997-നും 2000-നും ഇടയിലാണ്. 13 മുറികളാൽ ചുറ്റപ്പെട്ട നടുമുറ്റമുള്ള ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച 2 നിലകളിലുള്ള ആശ്രമമാണിത്. ഇവിടെ നിന്നും കണ്ടെത്തിയ ശില്പങ്ങളുടെ മുദ്രകൾ ഈ സ്ഥലം യഥാർത്ഥത്തിൽ സിംഹപ്രസ്ഥ മഹാവിഹാര എന്നറിയപ്പെട്ടിരുന്നതായിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഓരോ മൂലയിലും ആശ്രമത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി ദേവതകളെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടുത്തെ മിക്ക നിർമ്മിതികളും 8-ാം നൂറ്റാണ്ടിനും 13-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ളവയാണ്. ഈ ആശ്രമത്തിലും ബുദ്ധശില്പമുള്ള ഒരു ക്ഷേത്രമുണ്ട്. ഒന്നാമത്തെ ആശ്രമത്തിന്റെ ക്ഷേത്രത്തിലുള്ള ബുദ്ധശില്പത്തിന്റേതിന് സമാനമായ ഭൂമിസ്പർശമുദ്രയുള്ള ബുദ്ധശില്പമാണ് ഈ ആശ്രമത്തിലെ ക്ഷേത്രത്തിലുമുള്ളത്. മേൽക്കൂരയില്ലാത്തതാണ് ഇവിടുത്തെ ക്ഷേത്രം. ഈ ശ്രീകോവിലിന്റെ കവാടം ആധുനിക നിർമ്മിതിയാണ്. ഒന്നാമത്തെ ആശ്രമത്തിലെ ക്ഷേത്രത്തിന്റെ വാതിലിന് സമാനമായ കൊത്തുപണികളുള്ള വാതിൽ ഇവിടെയും ഉണ്ടായിരുന്നു. എന്നാൽ അതിപ്പോൾ പാറ്റ്ന മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയി. ഈ ആശ്രമത്തിന് താഴെയുള്ള നിരപ്പായ സ്ഥലത്ത് നാശനഷ്ടം സംഭവിച്ച സ്തൂപങ്ങളുടെ വലിയൊരു കൂട്ടം കാണാം. ഇടത്തരം വലുപ്പമുള്ള ചുറ്റുമതിലിനുള്ളിൽ ചെറുതും വലുതുമായ നിരവധി സ്തൂപങ്ങളുണ്ട്. ഇപ്പോഴും പൂജ നടക്കുന്ന ഒരു ക്ഷേത്രം ഇവിടെയുണ്ട്. വലിയ വൃത്താകൃതിയിലുള്ള അടിത്തറയും ഏതാനും സ്തൂപങ്ങളും ഇവിടെ കാണാം. ചതുരാകൃതിയിലുള്ള ഒരു കിണർ ഇവിടെയുണ്ട്. ഈ കിണർ ഒരിക്കലും വറ്റിയിട്ടില്ലെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. 28 അടിയാണ് ഈ കിണറിന്റെ ആഴം. 31 പടികളുള്ളൊരു കിണറാണിത്. രണക വജ്രനാഗ ദാനം ചെയ്ത കിണർ എന്ന് താഴത്തെ പടിക്ക് സമീപം എഴുതി വച്ചിട്ടുണ്ട്. മുൻപെവിടെയും കണ്ടിട്ടില്ലാത്തതുപോലെ പ്രത്യേകതയുള്ളൊരു നിർമ്മിതിയാണ് ഈ കിണറിൻ്റേത്. ഇന്ത്യയിലെ പ്രശസ്തമായ ബുദ്ധവിഹാര കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ഡയമണ്ട് ട്രയാങ്കിളിലെ ഏറ്റവും ആകർഷണീയമായ ബുദ്ധവിഹാര കേന്ദ്രമാണ് ഉദയഗിരി.